ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന തന്മാത്രകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത്തരം മോളിക്യൂൾസുകളെയാണ് നമ്മൾ ബയോമോളിക്യൂൾസുകൾ എന്ന് വിളിച്ചത്. ഈ ബയോമോളിക്യൂൾസുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നും രണ്ടാമത്തേന് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസുകളെയാണ്. സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ അവർ ബോഡിയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നവരാണ്. അങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന തന്മാത്രകളെ നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റ്സുകളാണ് എന്തിന് സഹായിക്കുന്നത്? ഒരു സെല്ലില് അല്ലെങ്കിൽ ഒരു ആനിമൽസിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗം. അപ്പൊ നമ്മൾ പഠിച്ച അമിനോ ആസിഡ്, ഷുഗർ, ലിപ്പിഡ്സുകള്, അതുപോലെ തന്നെ ഗ്ലിസറോളുകള്, പ്യൂരിൻസ്, പെരിമിഡിൻ കോമ്പൗണ്ട്സുകള്, ഷുഗറുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള തന്മാത്രകളാണ്. ഇവരെ നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്.